അങ്ങനെ ഞായറാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് ഹൈദരാബാദിൽ നെക്സസ് മോളിലേക്ക് പോവാണേ. ഈ വർഷം അങ്ങനെ ഓണമൊന്നും ആഘോഷിക്കേണ്ട, കാരണം ഏട്ടാണ് അങ്ങനെ ലീവൊന്നുമില്ല. പിന്നെ കുഞ്ഞിനായാലും സ്കൂളിൽ പോകണം, അനിയത്തിക്കായാലും ലീവില്ല. അതുകൊണ്ട് എന്ത് ഓണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നതാണ്. പിന്നെയും കുഞ്ഞിനൊരു 2 ജോഡി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഡ്രസ്സിനേക്കാളും കൂടുതൽ മോള് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ മെട്രോയിലെ ബ്ലൂ ലൈനും റെഡ് ലൈനും ഗ്രീൻ ലൈനും ഒക്കെ നോക്കുമായിരുന്നേ. പിന്നെ ഞാനാണ് ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാനാണ് അനിയത്തിയോട് പറയുമായിരുന്നത്, സ്വപ്നത്തിലോ നമ്മൾ സ്വർഗത്തിലോ ആ ഒരു സോങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാനങ്ങനെ മെട്രോയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് മെട്രോയിലൊക്കെ ആദ്യമായിട്ട് കയറിയത്. അതിന് കാരണം എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും മെട്രോ ഇല്ലല്ല, ആകെ ഉള്ളത് എറണാകുളത്തില്ലേ, അവിടം വരെ പോകണമല്ലോ. ഇവിടെ പിന്നെ നമ്മൾ നാട്ടിലെ ബസ്സൊക്കെ കയറുന്ന പോലെ തന്നെയാണ് മെട്രോ ഉള്ളത്. ഇവിടെ എപ്പോഴും എല്ലാത്തിനും മെട്രോ തന്നെ ആശ്രയിക്കണമേ. ഞാനിങ്ങനെ മെട്രോയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുമായിരിക്കും, അയ്യേ ഇവളെന്താ ഈ പറയുന്നത്, മെട്രോയെക്കുറിച്ച് ഇത്രയും പറയാനെന്നോ. എന്നെക്കൂട്ടി കുറേ പേര് കാണുമല്ലോ ഇങ്ങനെ വീടിനകത്തിൽ ഒതുങ്ങിക്കൂടി ഇരുന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇപ്പോൾ ഇവിടെയൊക്കെ വരാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ ആദ്യത്തെ മെട്രോ ഇറങ്ങി, ഇനി നമുക്ക് വേറൊരു മെട്രോയും കൂടെ കയറണം കേട്ടോ. 2 മെട്രോ കയറിയെങ്കിലും നമ്മൾ ആ സ്ഥലത്ത് എത്തത്തോളെ. അങ്ങനെ അടുത്ത മെട്രോയും വന്ന് നമ്മൾ 2ാമത്തെ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു വൈകുന്നേരം കേട്ടോ. അന്നേരത്തേക്ക് എനിക്കിങ്ങനെ യാത്രയൊക്കെ ചെയ്താലേ മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പെട്ടെന്ന് തലവേദന വരുവേ. അന്നേരം ഒരു കോഫി കുടിക്കാമെന്നും പറഞ്ഞ് സ്റ്റേഷനകത്തിൽ തന്നെയുള്ള ഒരു കടയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടുത്തെ സ്ട്രീറ്റിൽ നിന്ന് അങ്ങനെ ചായ ഒന്നും വാങ്ങി കുടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരത്തേക്ക് ആ ഒരു കടയിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് മറ്റേ പഴംപൊരി ആയിരിക്കും എന്നാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ പഴംപൊരി അല്ലായിരുന്നു കേട്ടോ. അതാണെങ്കിൽ മുളകിൻ്റെ എന്തോ ബജി പോലത്തെ എന്തോ ആയിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ മുട്ടപ്പം ഇരിപ്പുണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് വലിയ കാര്യത്തെ വാങ്ങിയതായിരുന്നേ. പക്ഷെ കൊള്ളത്തില്ലായിരുന്നു, ഇവിടുത്തെ ടേസ്റ്റ് ആയിരുന്നേ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ടേസ്റ്റിൻ്റെ ഈ മുട്ടപ്പംസും അതൊന്നും എനിക്ക് എത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇഷ്ടം. പിന്നെ ബാക്കി അവിടെ പിണങ്ങിയിരിക്കുന്നത് ടൊമാറ്റോ സോസ് കഴിക്കേണ്ടെന്ന് പറഞ്ഞതിനാണ് പാത്ത് വെച്ചിരുന്ന് കഴിക്കുന്നത്. ആ സമയം കൊണ്ട് എൻ്റെ കോഫി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ രാവിലെയും വൈകിട്ട് ശർക്കര കാപ്പി ഞാനിതാണല്ലോ കുടിക്കുന്നത്. പിന്നെ ഇപ്പോൾ വെളിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കോഫി കുടിച്ചെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കുക. അതാണ് ഞാനിപ്പോൾ അങ്ങനെ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. എനിക്ക് പുറത്തോട്ട് ഇറങ്ങി അന്നേരം അങ്ങ് തലവേദനയാണ്. മെട്രോയും കണ്ട് കാപ്പിയും കുടിച്ചില്ലേ, നമ്മൾ ശരിക്കും വന്ന് എന്തിനാ ഡ്രസ്സ് എടുക്കാനായിരുന്നു. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയായിരുന്നു. അന്നേരം ഞങ്ങൾ മെട്രോ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഇവിടെ ഒരു കടയുടെ ഇനാഗ്രേഷൻ ആയിരുന്നേ. അന്നേരം ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്നും പറഞ്ഞ് നോക്കുകയാണ്. എൻ്റെ ദൈവം, ഈ സാരികളുടെയൊക്കെ എന്തോരം വെറൈറ്റിയാണെന്നറിയാമോ അവിടെ. സത്യം പറഞ്ഞ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ എനിക്കിതൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. പറ്റുന്നത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. എന്തോ ഇഷ്ടം പോലെ. അതാണെങ്കിലോ 500-400 രൂപയൊക്കെ ഉള്ളേ. ഇതാ നോക്കിക്ക്, ഇവിടെ ഉള്ളവരെല്ലാം സാരി വാരി എടുത്തുകൊണ്ട് പോകുന്നത്. ആ ഒരു അലമാരി ഫുള്ള് സാരിയാണ്. എല്ലാവരും അങ്ങ് സാരി തന്നെ വാരി എടുത്തുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടം പോലെ ധാവണി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 1000-1500 ആ ഒരു റേറ്റിൽ വരുന്നതാണ് ഇവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നത്. ബൈ ദ ബൈ നമ്മൾ നെക്സസ് മോളിൽ പോകാൻ വേണ്ടിയിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.